നമസ്കാരം, ടോപ്പ് 10ലേക്ക് സ്വാഗതം. വളാഞ്ചേരി മൂച്ചിക്കലിൽ വീട് കുത്തി തുറന്ന് മോഷണം. മൂച്ചിക്കൽ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന കൊന്നക്കാട്ടിൽ സമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം ജില്ലയിൽ കോവിഡ് വാക്സിൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 24,238 പേരാണ് രജിസ്റ്റർ ചെയ്തത്. മലപ്പുറം ജില്ലയുടെ 2 അതിർത്തികൾ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയ്ക്ക് 4,000 കോടി രൂപ അനുവദിച്ചതായി എംപിമാരായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും അറിയിച്ചു. വളാഞ്ചേരിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 6 വരി പാതയായി ഉയർത്തുന്നത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത +1 ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സമ്പർക്ക ക്ലാസ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. മലപ്പുറം ചേകന്നൂരിൽ വീട്ടിൽ കവർച്ച. 125 പവൻ സ്വർണ്ണാഭരണങ്ങളും 65,000 രൂപയുമാണ് കവർന്നത്. ചേകന്നൂർ പുത്തൻകുളം മുതുമുറ്റത്ത് മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പൊന്നാനി കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. 75 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പ്ലാന്റ് ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാകും. ഇതോടെ ശുദ്ധീകരിച്ച കുടിവെള്ളം നിലവിലെ വിതരണ ശൃംഖലയിലൂടെ വിതരണം നടത്തും. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സൈക്കിളിൽ നോ ഹെൽമെറ്റ് നോ റൈഡ് എന്ന സന്ദേശവുമായി റൈഡ് വിജയകരമായി പൂർത്തിയാക്കി തിരൂരിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥികളായ സിനാൻ മങ്കട, അബ്ദുള്ള തിരൂർ, നാഫിൽ മുഹമ്മദ്, ഷിഹാബ് കൊടക്കാട് എന്നിവരെ JCI തിരൂർ ആദരിച്ചു. തിരൂർ കോരങ്ങത്ത് നെൽവയൽ ഭൂമാഫിയ കയ്യേറിയതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എടപ്പാൾ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി അധികൃതർ. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ എടപ്പാളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് പഠന വിഭാഗത്തിൽ MA ഇംഗ്ലീഷിന് ജനറൽ കാറ്റഗറിയിൽ സീറ്റ് ഒഴിവുണ്ട്. ജനുവരി 11 മുമ്പായി റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ടോപ്പ് 10 സമാപിക്കുന്നു. നമസ്കാരം.